നമ്മുടെ ഭൂമിയിൽ എത്ര ഇനത്തിലുള്ള ജീവികളുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? അതിന്റെ കണക്ക് ഇന്നും തിട്ടപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. കാരണം ഇന്നും മനുഷ്യർക്കറിയാത്ത നിരവധി ജീവികൾ ഈ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട്. അത്തരത്തിൽ മനുഷ്യർ കണ്ടെത്തിയ വിചിത്രമായ കുറച്ച് ജീവികളെയാണ് ഇന്ന് നാം കാണാൻ പോകുന്നത്. അപ്പോൾ ഫൺ ആൻഡ് ഫാക്ട്സ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പീകോക്ക് സ്പൈഡർ. ഓസ്ട്രേലിയയിൽ മാത്രം കണ്ടുവരുന്ന മാരിറ്റസ് എന്ന ഒരു ചെറിയ ഒട്ടുകാലിയാണിത്. മെയിൽ പീകോക്ക് സ്പൈഡറുകൾക്ക് 4.1 മില്ലിമീറ്റർ നീളവും ഫീമെയിലുകൾക്ക് 5.1 മില്ലിമീറ്റർ നീളവും ഉണ്ടാവും. വളരെ ചെറുതായതുകൊണ്ട് തന്നെ ഇവയെ കണ്ടുപിടിക്കാനും ബുദ്ധിമുട്ടാണ്. മറ്റു എട്ടുകാലികളെ പോലെ വല വിരിച്ചല്ല ഇവർ ഇര പിടിക്കുന്നത്, മറിച്ച് ഇരകളെ ആക്രമിച്ചാണ്. കാഴ്ചയിൽ ചെറുതാണെങ്കിലും ഇവയേക്കാൾ 4 ഇരട്ടി വലുപ്പമുള്ള ജീവികളെ ഇവ ഭക്ഷിക്കാറുണ്ട്. മാത്രമല്ല മെയിൽ സ്പൈഡറുകൾ ഫീമെയിൽ സ്പൈഡറുകളെ ആകർഷിക്കാനായി നൃത്തവും ചെയ്യാറുണ്ട്. മറ്റൊരു വിചിത്രമായ കാര്യം എന്തെന്നാൽ ഫീമെയിൽ സ്പൈഡറിന് ഡാൻസ് ഇഷ്ടമായില്ലെങ്കിൽ ആ മെയിൽ സ്പൈഡറിനെ കൊന്ന് ഭക്ഷണമാക്കും എന്നതാണ്. ഇതുകൊണ്ട് തന്നെ ഈ നൃത്തത്തെ ഡാൻസ് ടു ഡെത്ത് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. മോല ടെക്ടാഫിഷ്. നൂറ്റാണ്ടുകളായി മനുഷ്യരുടെ കണ്ണുവെട്ടിച്ച് ഭൂമിയിൽ ജീവിക്കുന്ന ഒരു വലിയ മീനാണ് മോല ടെക്ടാഫിഷ്. 2017 ഈ മീനിനെ ആദ്യമായി കണ്ടെത്തിയത്. ഇതിന്റെ മറ്റൊരു പേരാണ് ഓഷ്യൻ സൺഫിഷ്. 2 ടൺ ഭാരവും 15 അടി നീളവുമുള്ള ഒരു മീൻ എങ്ങനെ ഇത്രകാലം മനുഷ്യന്റെ കണ്ണുവെട്ടിച്ച് ജീവിച്ചു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഇതിന് കാരണം ഇവ തണുത്തതും സമുദ്രത്തിന്റെ അടിത്തട്ടിൽ ആഴമുള്ള സ്ഥലങ്ങളിലാണ് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നത് എന്നതുകൊണ്ടാണ്. ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ, സൗത്ത് ചിലി എന്നിവിടങ്ങളിലെ ആഴക്കടലിലാണ് ഇവയെ കണ്ടുവരുന്നത്. ഇങ്ങനെയൊരു മീൻ ഇത്രയും കാലം മനുഷ്യനറിയാതെ ജീവിച്ചുവെങ്കിൽ ഇനിയും എത്ര ജീവികൾ ഈ സമുദ്രത്തിനടിയിലുണ്ടാവും? നാനോ കമീലിയൻ. ഇത് ലോകത്തിലെ ഏറ്റവും ചെറിയ ഓന്താണ്. നമ്മുടെ നഖത്തിന്റെ അത്രയും മാത്രമാണ് ഇതിന്റെ വലുപ്പം. കൃത്യമായി പറഞ്ഞാൽ 22 മില്ലിമീറ്റർ ആണ് ഇതിന്റെ നീളം. ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ റെപ്റ്റൈൽ ഇതാണെന്നാണ് സുവോളജിസ്റ്റുകൾ അഭിപ്രായപ്പെടുന്നത്. മഡഗാസ്കറിലെ മഴക്കാടുകളിലാണ് ഇതിനെ ആദ്യമായി കണ്ടെത്തിയത്. ഇവ കമീലിയൻ ഫാമിലിയിൽ പെട്ടതാണെങ്കിലും മറ്റു ഓന്തുകളെപ്പോലെ നിറം മാറാൻ ഇവയ്ക്ക് സാധിക്കില്ല. UFO ജെല്ലിഫിഷ്. 2017 9,000 അടി താഴ്ചയിൽ പസഫിക് സമുദ്രത്തിൽ വച്ച് കണ്ടെത്തിയ ഒരിനം ജെല്ലിഫിഷാണിത്. UNOAയിലെ മറൈൻ ബയോളജിസ്റ്റുകളാണ് ഈ UFO ജെല്ലിഫിഷിനെ കണ്ടെത്തിയത്. ഇവയുടെ പ്രത്യേകത എന്തെന്നാൽ ഇവയ്ക്ക് താഴേക്കും മുകളിലേക്കും നീണ്ടു നിൽക്കുന്ന 2 കൂട്ടം ടെന്റക്കിൾസ് ഉണ്ട്. ഇവ പുതിയ കണ്ടുപിടുത്തമായതുകൊണ്ട് തന്നെ ശാസ്ത്രത്തിന് ഇവയെപ്പറ്റി കൂടുതലൊന്നും അറിയില്ല. എറിയോവിക്സിയ ഗ്രിഫിൻഡോറി. ഗ്രിഫിൻഡോർ എന്നത് ഹാരി പോട്ടർ പ്രേമികൾക്ക് വളരെ പരിചിതമായൊരു പേരാണ്. പേര് പോലെ തന്നെ ഹാരി പോട്ടറുമായി ചില സാമ്യതകളുമുണ്ട് ഈ ചെറുവെട്ടുകാലിക്ക്. ഇന്ത്യൻ ബയോളജിസ്റ്റുകളായ ജവാദും രജിഷയുമാണ് മന്ത്രവാദിനിയുടെ തൊപ്പി ധരിച്ച ഈ സ്പൈഡറിനെ കണ്ടെത്തിയത്. വളരെ ചെറുതായതുകൊണ്ടും അതുപോലെ ബ്രൗൺ നിറമായതുകൊണ്ടും പെട്ടെന്നൊന്നും ഇവ ആരുടെയും കണ്ണിൽപ്പെടില്ല. നിലവിൽ ലോകത്ത് ഒരിടത്ത് മാത്രമേ ഇതിനെ കണ്ടെത്തിയിട്ടുള്ളൂ. അത് കർണാടകയിലാണ്. ഹാരി പോട്ടർ സ്നേഹികളായിരുന്ന ജവാദും രജിഷയും തന്നെയാണ് ഇവയ്ക്ക് ഗ്രിഫിൻഡോർ എന്ന് പേര് നൽകിയതും. അപ്പോൾ നിങ്ങൾക്ക് ഈ കണ്ടെത്തൽ ഏത് ജീവിയാണ് കൂടുതൽ അത്ഭുതം തോന്നിയതെന്ന് താഴെ കമന്റ് ചെയ്യൂ. കൂടുതൽ വിനോദവും വിജ്ഞാനപരവുമായ വീഡിയോകൾക്കായി ഫൺ ആൻഡ് ഫാക്ട്സ് മലയാളത്തിന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.